ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാകുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരാൻ വേണ്ടിയിട്ടും ഇന്നത്തെ വചനം, പരിശുദ്ധാത്മാവ് തരുന്ന ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ, നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതവും വിടുതലും ലഭിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു. ബ്രദറിന്റെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും സൗഖ്യവും ലഭിച്ച ഒരു വചനമാണ് ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല അനുഗ്രഹമുള്ള, നിങ്ങൾ ഹൃദയവിശുദ്ധിയോടുകൂടി ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, വിശുദ്ധ കൂദാശയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുക, ദൈവാരാധനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുക. എന്നിട്ട് ദൈവവചനം കൂടി പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. ഇന്നത്തെ വചനം വിശുദ്ധ ഗ്രന്ഥം ഹെബ്രയർ 4-12 തിരുവചനം. വചനം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു. വചനം സംസാരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം, ശ്രദ്ധിക്കണം, കേൾക്കണം. വചനം എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ വചനം സജീവ ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലെയും ആത്മാവിലും സന്ധിബന്ധങ്ങളും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എന്താണ്? ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി, മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എന്താണ്? ദൈവത്തിന്റെ വചനം സജീവമാണ്, എല്ലാ സ്ഥലത്തും വ്യാപിക്കുന്നു, ഊർജമുള്ളതാണ്. അപ്പോൾ ഏറ്റവും ശക്തിയുള്ള ഒരു കാര്യമാണ് ദൈവവചനം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമ്മൾ വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത് വള്ളിപ്പുള്ളി തെറ്റാതെ എഴുതിയിട്ടും ചൊല്ലിയിട്ടും നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്താ? വചനം മാംസമായി ഭൂമിയിൽ പിറന്നു. എന്താണ് വചനം മാംസമായി എന്ന് പറഞ്ഞാൽ? വചനം നിങ്ങൾ മാംസം ധരിക്കണം, അതിന് ശക്തി കൊടുക്കണം. അപ്പോൾ അത് ഓൾറെഡി ജീവനായിട്ട് മാറും, ആ ജീവാമൃതമായിട്ട് മാറുമെന്ന് ബ്രദർ 100% ജെന്യൂനായിട്ട് ഉറപ്പ് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ്, ശുശ്രൂഷ ജീവിതത്തിൽ അറൗണ്ട് ഒരു 15,000-16,000 മക്കൾ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, അത്ഭുത സാക്ഷ്യങ്ങൾ. ഒരു 10,000-ഓളം അത്ഭുത സാക്ഷ്യങ്ങൾ ബ്രദറിന്റെ റെക്കോർഡിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ശുശ്രൂഷ ജീവിതത്തിനിടയിൽ സംഭവിച്ച, ദൈവം അനുഗ്രഹിച്ച അത്ഭുത സാക്ഷ്യങ്ങൾ. മേ ബി ചില സമയം ഒരു കുടുംബം തന്നെ 20-25 സാക്ഷ്യം പറഞ്ഞ കുടുംബങ്ങളുണ്ട്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്. 25-30 സാക്ഷ്യങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. ഓരോ വിധത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മുന്നോട്ട് നയിക്കുന്ന ആ ദൈവത്തെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ദൈവവചനത്തിലൂടെ. അതുപോലെ തന്നെ വിശുദ്ധ കൂദാശി